ഹായ് ഹലോ കൂട്ടുകാരെ, ഇതാ ഈ ചാടത്തുള്ളി പോകുന്നത് നമ്മൾ വിതിരയ്ക്കടുത്തുള്ള വാഴ്വാൻതോൾ എന്ന് പറയുന്ന വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് എല്ലാവരുമായിട്ട് വാരിപ്പറക്കി വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഇതാ ഇൻസ്ട്രക്ഷൻസൊക്കെ തരണുണ്ട്. അവിടെ ഇരിക്കുന്ന ഗാർഡ്സ് തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ ഗാർഡ്സ് നമ്മളോട് ഉള്ളിലോട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ തനിച്ച് തന്നെ കാട്ടിലൂടെ യാത്ര ചെയ്യണം. 5 പേര് ഡ്യൂട്ടിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ പോയിൻറ്റ് ഡ്യൂട്ടിയാണ് അവർക്ക്. ഓരോ പോയിന്റിലായിട്ട് അവർ ശനി ഞായറും നിൽക്കത്തേ ഉള്ളൂ. ബാക്കിയുള്ള ഡേയ്സ് ആരെങ്കിലും ഞങ്ങളോടൊപ്പം ഗാർഡായിട്ട് അവിടെ വരും. എൻട്രി പാസ്സായിട്ട് 200 രൂപയാണ് ഒരാൾക്ക്. 12 വയസ്സിന് താഴ്ന്നുള്ള കുട്ടികൾക്ക് ക്യാഷ് അടയ്ക്കേണ്ടതില്ല. അവിടെ പിന്നെ ഫുഡൊന്നും കിട്ടില്ല. നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ നേരത്തെ പറഞ്ഞിരുന്നാൽ നമുക്ക് കപ്പയും കാന്താരി മുളക് ചമ്മന്തിയും വെറും ചായയും തേയില വെള്ളവും ഇട്ട് തരും. ഒരാൾക്ക് 100 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അല്ലാതെ നമ്മൾ കൊണ്ടു തന്നെ പോകണം. പിന്നെ പ്ലാസ്റ്റിക് അകത്തോട്ട് കയറ്റില്ല. അഥവാ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അവിടെ കാണിച്ച് പേപ്പർ വാങ്ങിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അതവിടെ കാണിച്ചിട്ടേ നമ്മൾ തിരിച്ചിറങ്ങാൻ പാടുള്ളൂ. പ്ലാസ്റ്റിക് ഒന്നും വനത്തിനകത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. അമ്മ ഗുഹയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് സിംഹമുണ്ടോ കടുവയുണ്ടോ എന്നൊക്കെ പേടിച്ച് വരെയായിരുന്നു. ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ കുറേ കുടിച്ചായിരുന്നു. ഔഷധ ഗുണമുള്ള വെള്ളമാണ്, പാറയിലെ ഉറവയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കുടിച്ച് നല്ല തണുത്ത നല്ല വെള്ളമായിരുന്നു കുടിച്ചപ്പോൾ. നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടി. ഒരുപാട് സാഹസികത നിറഞ്ഞ യാത്രയായിരുന്നു. ഒരുപാട് നടക്കാനുണ്ട്. 2.5 കിലോമീറ്ററാണ് നമ്മൾ ഉള്ളിലോട്ട് നടന്ന് പോയത്. ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ മൊത്തം 5 കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ കയറിയത്. നല്ല റോഡോ വഴിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറേ ബുദ്ധിമുട്ടിയാണ് കയറിയത്. പക്ഷെ കയറിയെങ്കിൽ അവസാനം എത്തിപ്പെട്ട സ്ഥലം അടിപൊളിയായിരുന്നു. ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുവെങ്കിലും ചെന്നെത്തിയിടം സൂപ്പറായിരുന്നു. അങ്ങനെ ചെന്നപാടേ നമ്മൾ വാട്ടർഫാളിലേക്ക് ചാടി അടിച്ച് നനച്ച് കുളിച്ച് കളിച്ചു അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ അവിടെ പോകണം, എൻജോയ് ചെയ്യണം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.